ടെന്നീസ് താരമായ മകൾ രാധിക യാദവിനെ വെടിവെച്ച് കൊന്ന പിതാവ് ദീപക് യാദവിൻ്റെ മാസവരുമാനം ലക്ഷങ്ങളെന്ന് പോലീസ്. ഗുരുഗ്രാമിലെ ആഡംബര ഫാം ഹൗസിനുൾപ്പെടെയുള്ള വിവിധ കെട്ടിടങ്ങളിൽ നിന്നും വാടക ഇനത്തിൽ പ്രതിമാസം 15 മുതൽ 17 ലക്ഷം വരെ രൂപ ദീപക്കിന് വരുമാനം ലഭിച്ചിരുന്നു. ടെന്നീസ് അക്കാദമി നടത്തിയിരുന്ന മകൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിലും ഇക്കാര്യം പറഞ്ഞ് നാട്ടുകാർ കളിയാക്കിയതിലും അസ്വസ്ഥനായിരുന്ന ദീപക് രാധികയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നുവത്രേ. റിവോൾവർ ലൈസൻസ് ഉള്ള ദീപക് ഇതുപയോഗിച്ചാണ് രാധികയെ കൊലപ്പെടുത്തിയത്. സ്വന്തമായി വരുമാനം നേടുന്നതിന് പുറമേ മകൾ ഇൻസ്റ്റഗ്രാമിൽ പതിവായി റീൽസ് ഇടുന്നതും ഒരു സംഗീത വീഡിയോയിൽ അഭിനയിച്ചതും ദീപകിനെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിരന്തരം കലഹം നടന്നിരുന്നതായും പോലീസ് പറഞ്ഞു. മകളുടെ വരുമാനത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ ദീപകിനെ കളിയാക്കിയിരുന്നതായും റിപ്പോർട്ടുണ്ട്. ഇതോടെ ടെന്നീസ് അക്കാദമി പൂട്ടാൻ ഇയാൾ രാധികയെ നിർബന്ധിച്ചിരുന്നു. ഇത്രയും പണമുള്ളയാൾ മകളുടെ പണത്തിലാണ് ജീവിക്കുന്നതെന്ന് ഗ്രാമത്തിൽ ആരാണ് പറയുക? ദീപക് വിചിത്ര സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മകളെ ടെന്നീസ് പഠിപ്പിക്കാനായി അദ്ദേഹം പഠനം വരെ ഉപേക്ഷിച്ചു. 2 ലക്ഷം രൂപയുടെ ടെന്നീസ് റാക്കറ്റാണ് മകൾക്കായി വാങ്ങി നൽകിയിരുന്നത്. മകളെ അയാൾ വളരെയധികം സ്നേഹിച്ചിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണം കാണും. അത് ടെന്നീസ് അക്കാദമിയോ ഒന്നുമല്ല, ദീപകിൻ്റെ അയൽവാസി പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്വതന്ത്ര കലാകാരൻ ഇനാമിൻ്റെ കർവാൻ എന്ന സംഗീത ആൽബത്തിലാണ് രാധിക അഭിനയിച്ചത്. സീഷൻ അഹമ്മദ് നിർമ്മിച്ച വീഡിയോ 2024 റിലീസായത്. രാധികയ്ക്കൊപ്പം ഇനാമും ഇതിൽ അഭിനയിച്ചിരുന്നു. ഈ വീഡിയോ ദീപക് എതിർക്കുകയും സമൂഹ മാധ്യമത്തിൽ നിന്ന് റീൽസുകൾ ഡിലീറ്റ് ചെയ്യാൻ രാധികയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.